നമസ്കാരം. അറേബ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ദുബായിൽ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും അടുത്ത വർഷം മുതൽ മുഖ്യഭാഷ അറബിക്കാക്കണമെന്ന് ദുബായ് സാമ്പത്തിക വികസന വകുപ്പിന്റെ നിർദ്ദേശം. ഇൻവോയ്സ്, രസീതുകൾ, പ്രസ് ടാഗുകൾ എന്നിവയിൽ അറബിക് വേണം. കൂടാതെ കോൾ സെന്ററുകളിലും റിസപ്ഷൻ ഡെസ്കുകളിലും അറബിക്കായിരിക്കും മുഖ്യഭാഷ. വ്യവസായ ഉടമ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഷ കൂടാതെയാണ് അറബിക് ഉൾപ്പെടുത്തേണ്ടത്. സൗദിയിലുള്ള വിദേശികളുടെ ഭാര്യമാർക്കും പെൺകുട്ടികളായ മക്കൾക്കും സൗദിയിലെ ബ്യൂട്ടി പാർലറുകളിൽ ജോലി ചെയ്യുന്നതിന് അനുമതി നൽകുമെന്ന് സൗദി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽ ഹഗ്ഗാനി അറിയിച്ചു. ബ്യൂട്ടി പാർലർ മേഖലയിൽ വലിയ സാധ്യതകളാണുള്ളത്. വിദേശികളുടെ ആശ്രിതരെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും വിസകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിനാമി ബിസിനസ്സിൽ ഏർപ്പെടുന്ന സ്പോൺസറിന് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് സ്പോൺസറുടെ അനുമതിയില്ലാതെ തന്നെ സ്പോൺസർഷിപ്പ് മാറ്റാവുന്നതാണെന്ന് സൗദി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയവും സൗദി വാണിജ്യ നിക്ഷേപ മന്ത്രാലയവും അറിയിച്ചു. ബിനാമി ബിസിനസ് തെളിയിക്കുന്ന രേഖയോടൊപ്പം തൊഴിലാളി ബിനാമി ബിസിനസ്സിൽ പങ്കാളിയല്ലെന്ന് തെളിയിക്കുകയും വേണം. ബിനാമി ബിസിനസ് അവസാനിപ്പിക്കുന്നതിനുള്ള മന്ത്രാലയങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ രണ്ടാം ഘട്ടത്തിൽ 10,000 പേർക്ക് തൊഴിലവസരം ലഭ്യമാകുമെന്ന് സ്മാർട്ട് സിറ്റി സിഇഒ, കൊച്ചി സ്മാർട്ട് സിറ്റി വൈസ് ചെയർമാനുമായ ജാബിർ ബിൻ ഹാഫിസ് ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ 4.5 ഏക്കർ സ്ഥലത്ത് 7.5 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിലാണ് കെട്ടിടങ്ങൾ പണിയുന്നത്. രണ്ടാം ഘട്ടത്തിലെ ആദ്യ കെട്ടിടത്തിന് 10 നിലകളാണ് ഉണ്ടാവുക. ഡിജിറ്റൽ എനർജി ക്ലസ്റ്ററാണ് ഇവിടെ പ്രധാനമായും പ്രവർത്തിക്കുക. അമേരിക്കയിലെ ബേക്കൻ യൂസ് എനർജി ക്ലസ്റ്ററിൽ പ്രവർത്തനം ആരംഭിക്കും. ഇത് സംബന്ധിച്ചുള്ള കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. അമേരിക്കയിലെ തന്നെ ഹാലിബ്, ഹെൽട്ടൺ അടക്കമുള്ള കമ്പനികളെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ദുബായിലെ ബിസിനസ് കുടുംബത്തിന്റെ കഥ പറഞ്ഞ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിന്റെ 50ാം ദിനാഘോഷം ദുബായിൽ അറേബ്യൻ സെന്ററിൽ വെച്ച് നടന്നു. സംവിധായകനായ വിനീത് ശ്രീനിവാസനോടൊപ്പം ചിത്രത്തിലെ അഭിനേതാക്കളായ നിവിൻ പോളി, രഞ്ജി പണിക്കർ, ശ്രീനാഥ് ബാസി, എം എ റോസ്മി, സെബാസ്റ്റ്യൻ, അശ്വിൻ കുമാർ എന്നിവരും സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും പരിപാടിയിൽ പങ്കെടുത്തു. ഇവരോടൊപ്പം ചിത്രത്തിന് കാരണമായ യഥാർത്ഥ കുടുംബത്തിലെ അംഗങ്ങളും എത്തിയിരുന്നു. സിനിമയിലെ അഭിനേതാക്കളെയും യഥാർത്ഥ കഥാപാത്രങ്ങളെയും ഒന്നിച്ച് അണിനിരത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അറേബ്യൻ സെന്റർ ലാസിം പ്ലാസ സിഇഒ ടീം ജോൺസ് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി സൗദിയിലെ എഴുത്തുകാരും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരും മുന്നോട്ട് വന്നു. സംഘപരിവാർ വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. 5 വർഷക്കാലത്തെ ഭരണത്തിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ ജാതി സമവാക്യങ്ങളും അഴിമതിയും പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നതായി പ്രവാസികൾ ബന്ധുക്കളോട് അഭ്യർത്ഥിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും സുരക്ഷാ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് മുഴുവൻ പ്രവാസികളോടും നവോദയ സാംസ്കാരിക വേദി സൗദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും സുരക്ഷാ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് മുഴുവൻ പ്രവാസികളോടും നവോദയ സാംസ്കാരിക വേദി സൗദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. പ്രവാസികളുടെ ക്ഷേമത്തിനായി LDF ഗവൺമെന്റ് തുടങ്ങിവെച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനുവേണ്ടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടതുണ്ട്. നാളിതുവരെയായി UDF ഗവൺമെന്റ് പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളെയും ഒരു തരത്തിലും സംരക്ഷിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടില്ല. കേന്ദ്ര പ്രവാസി വകുപ്പ് നോക്കുകുത്തിയാക്കിയ കോൺഗ്രസ് മന്ത്രിയും ഇപ്പോഴുള്ള BJP സർക്കാരും ആ വകുപ്പ് തന്നെ ഇല്ലാതാക്കുകയും ചെയ്ത് പ്രവാസികളെ അവഗണിച്ചിരിക്കുകയാണ്. പ്രവാസി നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും ആ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം തുക പ്രവാസികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും നൽകുമെന്നുമുള്ള LDFന്റെ തിരഞ്ഞെടുപ്പ് പത്രിക ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് നവോദയ പ്രസ്താവനയിൽ അറിയിച്ചു.
നിദാഘത്തിൽ തിരിച്ചുപോയവർക്കും വരാനിരിക്കുന്ന നിദാഘത്തിൽ തിരിച്ചു പോകേണ്ടവർക്കും വലിയ ആശ്വാസം നൽകുന്ന പലതരത്തിലുള്ള പദ്ധതികൾ, രൂപരേഖകൾ ഇതെല്ലാം തന്നെ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്നുള്ള ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദമാം. റിക്രൂട്ടിംഗ് ഏജന്റിനെ വിശ്വസിച്ച് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തി മരുഭൂമിയിൽ ഭക്ഷണമോ താമസ സൗകര്യമോ ലഭിക്കാതെ ആട്ടിടയനായി ജോലി നോക്കാൻ നിർബന്ധിതനായ യുവാവിനെ രക്ഷിക്കാൻ പ്രാദേശിക കൂട്ടായ്മ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടി. ഏപ്രിൽ മാസം അവസാനം ദമാമിന് സമീപമുള്ള നരിയ എന്ന സ്ഥലത്തെ മരുഭൂമിയിലാവപ്പെട്ട ആലപ്പുഴ നൂറനാട് മറ്റപ്പള്ളി സ്വദേശി ഉണ്ണി തന്റെ ഫോണിലൂടെ വിവരം പുറംലോകത്തെ അറിയിച്ചതിനെ തുടർന്ന് അക്സ് എന്ന പ്രാദേശിക കൂട്ടായ്മ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയിരിക്കുന്നത്. നവയുഗം വനിതാവേദി സംഘടിപ്പിച്ച സ്ത്രീകളും നിയമസഭാ തെരഞ്ഞെടുപ്പും എന്ന വിഷയത്തിൽ സ്ത്രീകളുടെ വട്ടമേശ സംവാദം സ്ത്രീകളുടെ പ്രാതിനിധ്യം കൊണ്ടും സംവാദത്തിന്റെ മികച്ച നിലവാരം കൊണ്ടും സൗദി അറേബ്യയിലെ പ്രവാസി സമൂഹത്തിന് പുതിയൊരു അനുഭവമായി. ലീന ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായ സംവാദത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നവോദയ സാംസ്കാരിക വേദി 14ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സിഹത്ത് മേഖല സർഗസന്ധ്യ 2016 സംഘടിപ്പിച്ചു. ഗതീഫ് അൽ ജിഷിൽ വെച്ച് നടന്ന സർഗസന്ധ്യയുടെ സാംസ്കാരിക സമ്മേളനം നവോദയ കേന്ദ്ര ട്രഷററും സുധീഷ് ത്രിപുരയാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഏരിയ പ്രസിഡന്റ് രഘുനാഥൻ, സെക്രട്ടറി ശബരിക്കൽ നിയാസ്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഷൺമുഖൻ, റഷീദ്, ശ്രീജിത്ത്, ഏരിയ സാമൂഹ്യക്ഷേമ കൺവീനർ രാജൻ കണ്ണൂർ എന്നിവർ ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ 2.6 കോടി വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക്. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം 140 മണ്ഡലങ്ങളിലും പൂർത്തിയായി. സംസ്ഥാനത്താകെ 1203 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുക. സുരക്ഷയ്ക്കായി 52,000 പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. 2.5 മാസം നീണ്ട പ്രചരണങ്ങൾക്കൊടുവിലാണ് 2,60,19,284 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തുകളിലെത്തുന്നത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം 140 മണ്ഡലങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിയോടെ പൂർത്തിയായി. 140 മണ്ഡലങ്ങളിലായി 21,484 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതിൽ 1,300 പ്രശ്നബാധിത ബൂത്തുകളും. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. 1,203 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. 35,946 വോട്ടിംഗ് യന്ത്രങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ആദ്യമായി വിവിപാറ്റ് സംവിധാനം ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. സംസ്ഥാനത്തെ 12 മണ്ഡലങ്ങളിലാണ് വിവിപാറ്റ് ഉപയോഗിക്കുക. സംസ്ഥാനത്തൊട്ടാകെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന ഉൾപ്പെടെ 52,000 പേരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകൾ CCTV ക്യാമറ നിരീക്ഷണത്തിലുമാകും. വെബ്കാസ്റ്റിംഗ് സംവിധാനവും ബൂത്തുകളിലുണ്ട്. മാതൃകാ പോളിംഗ് ബൂത്തുകൾ, സ്ത്രീ സൗഹൃദ ബൂത്തുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 6:15 മോക്ക് പോൾ ആരംഭിക്കും. തുടർന്ന് 7 മണിയോടെ പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണിവരെ ക്യൂവിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ EK മാജി അറിയിച്ചു. exceeds the polling. അതുകൊണ്ട് we have had to set up auxiliary polling stations. So we have a total of 148 auxiliary polling stations, and these are in different constituencies. And in this polling stations, നമുക്ക് last time Commission Manas, not this time, in the month of February, they had given a target that Kerala should at least set up a couple. വാർത്തകളിലേക്ക്. സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പെന്ന് പിണറായി വിജയൻ. മോദിക്ക് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ നിരാശയാണെന്നും കേരളത്തിലെ ഒരു മണ്ഡലവും BJPയെ സ്വീകരിക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കൂടി തയ്യാറാക്കിയ വർഗീയ അജണ്ട വെച്ച് കേരളത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലവും ഇവരെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കടുത്ത നിരാശ RSSനെയും BJPയെയും ബാധിച്ചിരിക്കുന്നു.
അതിൻ്റെ പ്രതിഫലനമായാണ് നരേന്ദ്രമോദി കേരളത്തിനെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞത്. കേരളത്തെ സോമാലിയുമായി ഉപമിച്ചതും ഇതിൻ്റെ ഭാഗമായാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. UDF സർക്കാരിന്റെ അഴിമതിക്കും സ്ത്രീ വിരുദ്ധ നിലപാടിനുമെതിരായ വിധിയെഴുത്താവും ഉണ്ടാവുക. പാവപ്പെട്ട ഒരമ്മയുടെ കണ്ണീരൊപ്പാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലേതെന്ന് പെരുമ്പാവൂർ ജിഷയുടെ ഘാതകരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി VS പറഞ്ഞു. മോദിയുടേത് വെറും ബഡായി പറച്ചിലാണെന്നും VS കൂട്ടിച്ചേർത്തു. നടത്തിയെടുത്തോളം പ്രചരണങ്ങൾ ജനങ്ങൾക്ക് നല്ല കോൺഫിഡൻസ്, UDFൻ്റെ പിന്നെ ജനദ്രോഹപരമായ നയങ്ങൾ, വിലക്കയറ്റം, അതേപോലെ തന്നെ അഴിമതി, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് UDFനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് അറ്റുപോയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം കൂടെയുള്ള ബെനിഫിറ്റ് ഇടതുപക്ഷത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ആ സാധു സ്ത്രീയുടെ പ്രശ്നത്തിൽ പോലും ഇവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് വെറും സൂത്രങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF ആദ്യം മുതലേ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നാളെ പോളിംഗിന് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു വലിയ ചർച്ച ഉണ്ടായിരുന്നത്. BJP അക്കൗണ്ട് തുറക്കത്തില്ല. തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. UDFന് അനുകൂലമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. വിജയം സുനിശ്ചിതം. എല്ലാ ഭാഗത്തുനിന്നും അനുകൂലമായ റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. UDF ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി നല്ല വിജയത്തിലേക്ക്, മികച്ച വിജയത്തിലേക്ക് കുതിക്കുകയാണ്. BJP മികച്ച വിജയം നേടുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റും വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എല്ലായിടത്തും വളരെ ശുഭപ്രതീക്ഷയാണ്. കാരണം ഇന്നലത്തെ കുട്ടിക്കലാശവും റോഡ് ഷോയും സമാപന പരിപാടികളും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നതോടുകൂടി അതിന് ലഭിച്ച സ്വീകാര്യതയും ജനപങ്കാളിത്തവും ജനപിന്തുണയും കേരളത്തിൽ വലിയൊരു കുതിച്ചയാട്ടം NDA നടത്തും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് തെളിയിക്കുന്നതായിരുന്നു. കാരണം ദുർബലമാണ്, വേറെ ഒരു തരത്തിൽ ഇവിടെ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ജനപങ്കാളിത്തം ലഭിക്കുകയില്ലായിരുന്നു. അപ്പോൾ കിട്ടിയ ആ ഒരു വലിയ ആവേശവും ജനപിന്തുണയും ജനപങ്കാളിത്തവും ഒക്കെ തെളിയിക്കുന്നത് ഈ കേരളത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ടുണ്ട്. ഒരു തരംഗമുണ്ട്. അത് LDF UDF വിരുദ്ധ തരംഗമാണ്. ആ തരംഗം എന്ന് പറയുന്നത് ഒരു കേരളം ഇതേവരെ കണ്ടിട്ടില്ലാത്തൊരു രാഷ്ട്രീയ ജനശക്തിയുടെ മുന്നേറ്റമാണ്, ഉദയമാണ്. അത് സംഭവിക്കാൻ പോവുകയാണ്. കേരളം വിധിയെഴുതാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തെക്കൻ കേരളത്തിൽ മുന്നണികൾ പ്രതീക്ഷയിലാണ്. 2011 നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് LDF വിലയിരുത്തുമ്പോൾ UDFും പ്രതീക്ഷയിലാണ്. തെക്കൻ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുന്നണികൾ പ്രതീക്ഷയിലാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലായി 30 മണ്ഡലങ്ങളാണ് ഉള്ളത്. 2011 LDF 17ഉം UDF 13 സീറ്റുകളാണ് നേടിയത്. തലസ്ഥാന ജില്ലയിൽ 14 സീറ്റിൽ ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് LDF വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണ 5 സീറ്റുകളാണ് ജില്ലയിൽ LDF പിടിച്ചതെങ്കിൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരവും അഴിമതിയും വോട്ടായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. UDFന്റെ സിറ്റിംഗ് സീറ്റുകളായ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, നെടുമങ്ങാട്, അരുവിക്കര എന്നിവിടങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനായത് LDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. 7 മുതൽ 10 വരെ സീറ്റുകൾ ജില്ലയിൽ പിടിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കൊല്ലം ജില്ലയിൽ 9 സീറ്റുകളാണ് LDF കഴിഞ്ഞ തവണ നേടിയത്. 2 സീറ്റുകളിൽ മാത്രമാണ് UDF വിജയിച്ചത്. ഇത്തവണയും കൊല്ലത്തെ ചൂപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ നേരിയ മുന്നേറ്റം UDFും പ്രതീക്ഷിക്കുന്നുണ്ട്.
പത്തനംതിട്ടയിലെ 5 സീറ്റുകളിൽ 3 2011 LDF വിജയിച്ചത്. ഇത്തവണ ഇവിടെ ചരിത്രം കുറിക്കാൻ കഴിയുമെന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. UDF സിറ്റിംഗ് സീറ്റുകളിൽ പോലും കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നത് ഇതിന് തെളിവായി LDF ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇക്കുറി പത്തനംതിട്ടയിൽ ചിത്രം മാറുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. അതേസമയം തെക്കൻ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. BDJസുമായുള്ള കൂട്ടുകെട്ട് ഗുണം ചെയ്യുമെന്നും അവർ വിലയിരുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോളിംഗിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മധ്യകേരളത്തിലെ 5 ജില്ലകളിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും ഏറെ പ്രതീക്ഷയിലാണ്. നിശബ്ദ പ്രചാരണ ദിനത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്തുണ്ടായിരുന്നു. മധ്യകേരളത്തിലെ പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം വോട്ടർമാരെ അവസാനമായി നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും വീടുകൾ കയറിയിറങ്ങിയുമാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ടത്. ചിലർ കല്യാണ വീടുകളും സന്ദർശിച്ച് വോട്ട് ചോദിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാവിലെ പുതുപ്പള്ളിയിലും KM മാണി പാലായിലും നിശബ്ദ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും PJ ജോസഫ് തൊടുപുഴയിലും വോട്ടർമാരെ നേരിൽ കണ്ടു. പ്രമുഖ LDF നേതാക്കളായ തോമസ് ഐസക് ആലപ്പുഴയിലും G സുധാകരൻ അമ്പലപ്പുഴയിലും M സ്വരാജ് തൃപ്പൂണിത്തറയിലും AC മൊയ്തീൻ കുന്നംകുളത്തും നിശബ്ദ പ്രചാരണ ദിനത്തിലും സജീവമായി രംഗത്തുണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി അനിൽ അക്കരയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് KCBCയുടെ പേരിലിറങ്ങിയ സർക്കുലറിനെതിരെ KCBC തന്നെ രംഗത്തെത്തി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തു. അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി ഷേഖ് P ഹാരിസിന്റെ പ്രചാരണ വാഹനത്തിൽ കൊണ്ടുവന്ന VSനും G സുധാകരനുമെതിരായ ലഘുലേഖകൾ പോലീസ് പിടിച്ചെടുത്തു. വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെയും പോലീസ് പിടികൂടി. പുന്നപ്രയിലുണ്ടായ സമാന സംഭവത്തിലും ലഘുലേഖകൾ കൊണ്ടുവന്നവരെ പോലീസ് പിടികൂടി. അതേസമയം മധ്യകേരളത്തിലെ 5 ജില്ലകളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ തന്നെ പൂർത്തിയാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിലെ 50 സീറ്റുകളിൽ 28 UDFും 22 LDFും നേടിയിരുന്നു. ഇക്കുറി നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ LDF ജനവിധി തേടുമ്പോൾ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാമെന്നാണ് UDF കരുതുന്നത്. അതേസമയം BJPക്ക് മധ്യകേരളത്തിൽ കാര്യമായ പ്രതീക്ഷകളില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലബാറിലെ മണ്ഡലങ്ങളിലും ഇരുമുന്നണികളും കടുത്ത മത്സരത്തിലാണ്. 2011 സീറ്റുകൾ നിലനിർത്താനാവുമെന്ന് UDFും തരംഗത്തിലൂടെ സീറ്റുകൾ തൂത്തുവാരാമെന്ന് LDFും കരുതുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് വടക്കൻ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം. ലീഗിന് പരമ്പരാഗത വോട്ടുകൾ അവകാശപ്പെടാനുള്ള മലപ്പുറം ജില്ലയും ഇടതുകോട്ടയായ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളും ഇരുമുന്നണികൾക്കും നൽകുന്ന വിജയപ്രതീക്ഷ പ്രവചനാതീതമാക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ BJP അവകാശപ്പെടുന്ന വോട്ടുകളും അന്തിമ വിജയം ആർക്കൊപ്പം എന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. വോട്ടർമാരെ നേരിട്ടു കണ്ട് വോട്ടുറപ്പിക്കാനാണ് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ സ്ഥാനാർത്ഥികൾ വിനിയോഗിച്ചത്. കണ്ണൂരിൽ ധർമ്മടത്തു നിന്നും മത്സരിക്കുന്ന CPIM PB അംഗം പിണറായി വിജയൻ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സന്ദർശിച്ചു. മത്സരരംഗത്തുള്ള പ്രമുഖ CPIM നേതാക്കളായ KK ശൈലജ ടീച്ചർ, EP ജയരാജൻ, KK ലതിക, TP രാമകൃഷ്ണൻ, AK ബാലൻ, A പ്രദീപ് കുമാർ, CK ശശീന്ദ്രൻ എന്നിവരും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സന്ദർശിക്കാനും വോട്ടർമാരെ നേരിട്ട് കാണാനുമാണ് അവസാന പ്രചാരണ മണിക്കൂറുകൾ വിനിയോഗിച്ചത്. UDFിനു വേണ്ടി ജനവിധി തേടുന്ന മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുറബ്, MK മുനീർ, KC ജോസഫ് എന്നിവരും നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ മുഴുവൻ സമയവും മണ്ഡലത്തിൽ തന്നെ ചിലവഴിച്ചു. BDJS പിന്തുണയോടെ വിജയപ്രതീക്ഷയിൽ NDA സ്ഥാനാർത്ഥികളും വടക്കൻ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിശബ്ദ പ്രചരണം നടത്തി. ഉച്ചയോടെ പോളിംഗ് സാമഗ്രികൾ എത്തിച്ച പോളിംഗ് ബൂത്തുകളിൽ കേന്ദ്രസേനയടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകൾ ഏറെയുള്ള കണ്ണൂർ ജില്ലയിൽ കൂടുതൽ സേനയെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിൽ കർശന സുരക്ഷാ മുൻകരുതലുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. പെരുമ്പാവൂർ കൊലപാതകം നടന്ന 17 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. പ്രതിയുടെ ഉമിനീർ പരിശോധനാ ഫലം വന്നെങ്കിലും കസ്റ്റഡിയിലിരിക്കുന്നവരുടെ ഉമിനീരിന്റെ DNA ഘടനയുമായി സാമ്യമില്ലാത്തത് അന്വേഷണത്തിന് തിരിച്ചടിയാകുന്നു. അതിനിടെ അന്വേഷണ സംഘത്തിലുള്ളവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയതോടെ അന്വേഷണം മന്ദഗതിയിലായി. ജിഷ എന്ന ദളിത് വിദ്യാർത്ഥിനിയെ അരുംകൊല ചെയ്തവരെ തേടി പോലീസ് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ മാസം 28-നായിരുന്നു ജിഷ പട്ടാപ്പകൽ വീട്ടിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ അയൽവാസികളാണോ അന്യസംസ്ഥാനക്കാരാണോ എന്നത് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കസ്റ്റഡിയിലുള്ള 4 പേരെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും പ്രതിയിലേക്കെത്താവുന്ന തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്നാണ് സൂചന. എന്നാൽ ജിഷയുടെ ശരീരത്തിലേറ്റ കടിയിൽ നിന്ന് ശേഖരിച്ച ഉമിനീരിന്റെ DNA ഘടന പരിശോധനയിൽ വ്യക്തമായി. പ്രതിയുടെ ഉമിനീരിന്റെ DNA ഘടനയുമായി കസ്റ്റഡിയിൽ ഉള്ളവരുടെ DNA ഘടനയ്ക്ക് സാമ്യമില്ലാത്തത് പക്ഷേ അന്വേഷണത്തിന് തിരിച്ചടിയാവുകയാണ്.
ജിഷയുടെ വീട് ഉൾപ്പെടുന്ന രായമംഗലം പഞ്ചായത്തിലെ 1-20 വാർഡുകളിലെ പുരുഷന്മാരുടെ വിരലടയാളങ്ങൾ അന്വേഷണ സംഘം ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്. ജിഷയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന 2 വിരലടയാളങ്ങളുമായി സാമ്യമുണ്ടോ എന്നറിയാനാണ് 5 ദിവസമായി ഈ പരിശോധന തുടരുന്നത്. അന്വേഷണ സംഘത്തിലുള്ള സബ് ഇൻസ്പെക്ടർമാർ അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ്. ഇവർ പോളിംഗ് ബൂത്തുകളിലേക്കും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമായി പോയത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. അതിനിടെ ജിഷയുടെ അടിയന്തര കർമ്മങ്ങൾ ചേലമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത പെരിയാർ തീരത്ത് നടന്നു. ജിഷയുടെ സഹോദരി ദീപയുടെ മകൻ കാർത്തിക്കായിരുന്നു കർമ്മങ്ങൾ നിർവഹിച്ചത്. ജിഷയുടെ ഘാതകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പെരുമ്പാവൂരിൽ LDF നടത്തുന്ന രാപ്പകൽ സമരം 10ാം ദിവസവും പുരോഗമിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരുമ്പാവൂർ സംഭവത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. 5 ദിവസം മുമ്പ് മലപ്പുറം ചേലമ്പ്രയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണവും വഴിമുട്ടി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചേലമ്പ്രയിലെ ബന്ധുവീട്ടിൽ നിന്ന് 15 വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതായത്. കോഴിക്കോട് ചേലമ്പ്രയിൽ നിന്ന് 15 വയസ്സുകാരിയായ ധനശ്രീയെ കാണാതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. തേഞ്ഞിപ്പലം പോലീസിൽ ബുധനാഴ്ച തന്നെ ബന്ധുക്കൾ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുന്നതിനാൽ പെൺകുട്ടിയും സഹോദരിയും അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. നേരത്തെ തിരൂരിൽ താമസിച്ചിരുന്നപ്പോൾ അയൽവക്കത്ത് താമസിച്ചിരുന്ന സ്ത്രീയും കുടുംബവുമായി പെൺകുട്ടി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ സ്ത്രീയുടെയും മറ്റു 3 പേരുടെയും കൂടെ തിങ്കളാഴ്ച പെൺകുട്ടി പുറത്തു പോവുകയും ചെയ്തിരുന്നു. തിരിച്ചെത്തിയ ശേഷം ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന പെൺകുട്ടിയെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാണാതാവുകയായിരുന്നു. സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇലക്ഷന്റെ ഡ്യൂട്ടിയിലാണ് പോലീസുകാരൊക്കെ, അപ്പോൾ ആളില്ല എന്നുള്ളൊക്കെ അവർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് സംഭവിച്ച മുതൽ ഞാൻ സ്റ്റേഷൻ തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ വൈകുന്നേരം രാത്രിയാവും. ഇന്ന് പോകുന്നത് അവിടെ നിന്ന് 1 മണിക്കാണ് ആ സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ ഞാൻ എസ് ഐ അവിടെ ഇല്ല. പോലീസുകാരൻ പറഞ്ഞ് അന്വേഷിക്കേണ്ട, ഇന്ന് എവിടെയോ സ്ഥലത്ത് പോകണ്ട് എന്നൊക്കെ പറയാനല്ലാതെ ഒരു തെളിവ് കിട്ടി. ഇന്നെങ്കിൽ 4-5 ദിവസമായി പോയിട്ട്. സംസ്ഥാനത്തൊട്ടാകെ അന്വേഷണം എങ്ങുമെത്താത്ത കേസുകൾ പോലെ ഈ പെൺകുട്ടിയുടെ തിരോധാനവും എങ്ങുമെത്താതെ പോകുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. സ്ത്രീപീഡനങ്ങള്, തട്ടിക്കൊണ്ടുപോകല്, ഇതൊക്കെ ഒരുപാട് വർദ്ധിച്ചു വരാം. അതിൽ കുറെ തെളിയിക്കപ്പെടാത്ത കേസിലേക്ക് ഇത് പോയിക്കൂടാ. സൈബർ സെൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. മൊബൈൽ നമ്പർ പരിശോധിച്ചതിൽ നിന്ന് പെൺകുട്ടി ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ടാകാമെന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സംശയാസ്പദമായ രീതിയിൽ പെൺകുട്ടിയുമായി ബന്ധം പുലർത്തിയിരുന്ന സ്ത്രീയെയും മറ്റു 3 പേരെയും ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. പെരുമ്പാവൂർ സംഭവത്തിന് ശേഷം സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മറ്റൊരു പെൺകുട്ടി കൂടി വീട്ടിൽ നിന്ന് അപ്രത്യക്ഷയായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.